മലപ്പുറം താനൂർ കാട്ടിലങ്ങാടിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സർക്കാർ നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കായിക മന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണിത്. സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി ഈ കുളം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. കാട്ടിലങ്ങാടി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മിച്ച നീന്തൽക്കുളം സർക്കാരിന് ചിലവ് ലക്ഷങ്ങൾ. എന്നിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ? അതെ, മദ്യപാനികൾക്കാണെന്ന് മാത്രം. അനായാസം നീന്തൽ പരിശീലിക്കാവുന്ന നീന്തൽക്കുളം, ഒപ്പം ശുചിമുറിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥ മൂലം നശിക്കുകയാണ് ഈ നീന്തൽക്കുളം. കുളം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറി. ശുചിമുറികൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന കാട്ടിലങ്ങാടി സ്കൂളിന് സമീപമാണ് മദ്യപന്മാർ കഴിഞ്ഞാടാൻ ലക്ഷങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. ചുറ്റുപാടുകൾ പുൽക്കാടുകളായി മാറി. നമ്മുടെ മലപ്പുറം ജില്ലയിൽ അഗ്നിസേനയുടെ കണക്ക് പ്രകാരം ഈ വർഷം 26 മുങ്ങിമരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ 3 ഈ താനൂരിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത്തരം മുങ്ങിമരണങ്ങളിൽ നിന്നെല്ലാം വിദ്യാർത്ഥികളെയും യുവാക്കളെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നീന്തൽ പരിശീലനം തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ നീന്തൽ പരിശീലനം നടത്താൻ മതിയായൊരു സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പൂളുകളെ ആശ്രയിച്ച് പൂളുകൾ വേണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെ ഒരു പൂൾ ഇവിടെ നിർമ്മിച്ചിട്ട് 3 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ അപമാനം വേറെന്തുണ്ട്? ഉദ്ഘാടനം കഴിഞ്ഞതിൽ പിന്നെ നീന്തൽക്കുളം ബന്ധപ്പെട്ടവർക്ക് കൈമാറിയിട്ടില്ല. നിർമ്മാണത്തിൽ ചില അപാകതകളുണ്ട്. അവ പരിഹരിച്ചാലേ കൈമാറ്റം നടക്കൂ. ഇത് രണ്ടും നടക്കാത്തതാണ് നീന്തൽക്കുളത്തിന് ഈ ഗതി വരാൻ കാരണം. തീരദേശ മേഖലയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന നീന്തൽക്കുളമാണ് ഇങ്ങനെ നശിക്കുന്നത്. സർക്കാരിന് നഷ്ടം ലക്ഷങ്ങളും. കായിക വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഒന്നുകൂടി ഓർക്കണം. അടിയന്തര നടപടിയാണ് വിഷയത്തിൽ വേണ്ടത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.